ജെയ്മീന്റെ അമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പൊതിഞ്ഞാന്ന് ഞാൻ രക്ഷപ്പെട്ടു. ഇപ്പൊ രക്ഷപ്പെട്ടപ്പോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല മുന്നോട്ട് ഞാൻ കഷ്ടപ്പെടും. ഈടായിട്ട് ബസ് കയറി ഇടക്കിടക്ക് എനിക്ക് വിശക്കും. ഞാൻ പറഞ്ഞ കഷ്ടപ്പാട് ഫസ്റ്റ് തുടക്കം ഇവിടുന്ന് തുടങ്ങും. കുറച്ചേരം ഈ സൈഡിക്ക് നോക്കി പിന്നെ ആ സൈഡിക്ക് നോക്കി 1 മണിക്കൂർ കഴിഞ്ഞപ്പോ ബസ് മെല്ലെ എടുക്കാൻ ഇതൊക്കെ ഇപ്പൊ എപ്പോഴാണോ തുടങ്ങി. ബാംഗ്ലൂർ മലയാളി ഹോട്ടൽ ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഞാൻ കഴിക്കുന്നത് തടി പിടിച്ചിട്ടില്ലല്ലോ, മൊത്തം നന്നായിട്ട് പിടിക്കുന്നുണ്ട്. ഈ പാലത്തിന്റെ ഒക്കെ വക്കത്ത് കൂടെ നമ്മൾ ഇന്ന് പോകുന്നത്. ഇങ്ങനെ ബസ് നിർത്തിയപ്പോ വേണം വേണ്ടെന്ന് വെച്ചിട്ട് ബിരിയാണി ഞാൻ കഴിച്ചു. ഞാൻ തോന്നിയത് വേണ്ടാന്ന് വെക്കുന്നതായിരുന്നു നല്ലത്. പിന്നെ ആ പൊട്ട ബിരിയാണി കഴിച്ച വിഷമത്തിലിരിക്കുമ്പോൾ അടുത്ത ബ്ലോക്ക് പറയണ വല്ല സ്ഥലമായിരുന്നെങ്കിൽ ഇറങ്ങി പോയിരുന്നു. ഹോസ്റ്റലും വീടും അല്ലാതെയുള്ള ഒരു ഒറ്റയ്ക്ക് പോക്ക് തുടക്കാക്കാന്ന് വെച്ചിരുന്ന ഞാൻ മിക്കവാറും തുടക്കാക്കാൻ ചാൻസ്. അങ്ങനെ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞു വണ്ടി സൈഡ്. ഈ ബസ് ആണെങ്കിൽ എല്ലായിടത്തും നിർത്തി എല്ലാരും കേട്ടിട്ടാ പോകണം. എനിക്കാണെങ്കിൽ വെറുതെ ഇരുന്ന് മടുത്തുമ്പോൾ ഞാനിങ്ങ് ചത്തില്ലാന്നുള്ളൂ. ഇനിയിപ്പോ അടുത്ത പ്രശ്നം പെരുമഴ. ഈ ബസ് നേരത്തെ വൈകുന്നേരം 4:30 കോഴിക്കോട് എത്തേണ്ട ഞാനാണ്. ഭാഗ്യത്തിന് 8 മണിക്ക് ഞാൻ ഈ ബസ് തന്നെ. പക്ഷെ നമ്മളിലൊന്നും പതറരുത്. ഞാൻ ആറ്റുന്നകത്ത് കോഴിക്കോട് എത്തി അവിടെയും ബ്ലോക്ക്. പിന്നെ എനിക്ക് പ്രാന്ത് അടിച്ചിട്ട് അങ്ങോട്ട് വീഡിയോ എടുക്കാനേ മൂടും. കിട്ടിയ ബസ് ചാടിക്കും. പക്ഷെ ഇറങ്ങേണ്ടടുത്ത് ചാടി ഇറങ്ങാൻ മറന്നു. അങ്ങനെ ഡ്രൈവർ കാലി പിടിച്ചിട്ട് മൂപ്പര് അവിടെ നിർത്തി തന്നു. ഇന്ന് സ്റ്റോപ്പ് മാറിപ്പോയത് ആരും അറിഞ്ഞില്ലെങ്കിലും ഇന്ന് അസത്യം ലോകം. ഇത്രയും കാലമായിട്ട് സ്വന്തം സ്ഥലത്ത് ഇറങ്ങാൻ അറിയാത്ത പ്രത്യേക സ്വീകരണം എനിക്ക് കിട്ടും. ഇനി ബാക്കി നാളെ കാണാട്ടോ.